ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ദേവാനാം ച ഹൃഷീനാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങേയറ്റം ശക്തനായ ദൈവിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭാവങ്ങളെയൊക്കെ നയിക്കുന്ന ഗ്രഹമായ ബൃഹസ്പതി, ഗുരു, വ്യാഴം എന്നൊക്കെ നാം സംബോധന ചെയ്യുന്ന ജീവഹ, ജീവയതി ഇത് ജീവഹ, ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എപ്രകാരം മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. വ്യാഴം മഹാവിഷ്ണുവാണ്, ജീവോ നാരായണ. വ്യാഴത്തെ കൊണ്ട് മഹാവിഷ്ണുവിനെ നാം സ്മരിക്കുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ശാന്താകാരം ഭുജഗശയനം എന്ന മംഗള ശ്ലോകത്തോടുകൂടി ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. നവഗ്രഹ സ്തോത്രത്തിൽപ്പെടുന്നു ദേവാനാഞ്ച ഹൃഷീനാഞ്ച ഗുരും, അല്ലേ? ദേവന്മാരുടെയും ഋഷികളുടെയും ആചാര്യനായ കാഞ്ചനസന്നിഭം, സ്വർണത്തിൻ്റെ ആ നിറത്തോടുകൂടിയ, സദൃശമായ നിറത്തോടുകൂടിയ, ശോഭയോടു കൂടിയവനും, ബുദ്ധിഭൂതം ത്രിലോകേശം, 3 ലോകത്തിൻ്റെയും ഈശനും, ബുദ്ധിഭൂതം ബുദ്ധിപതിയുമായ വ്യാഴത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും. അതിനാൽ നവഗ്രഹ സ്തോത്രത്തിൽ പ്രശസ്തമായ വ്യാഴത്തിൻ്റെ ആ മന്ത്രം ഉച്ചരിച്ചു. വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ആ പ്രാർത്ഥനാ ശ്ലോകത്തോടു കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ഇവിടെ അവതരിപ്പിക്കുന്നത്. എപ്പോഴാണ് വ്യാഴം മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 മേടമാസം 31-ാം തീയതി, അതായത് 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10 മണിക്കാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം 1 വർഷമാണ്. കഴിഞ്ഞ 1 വർഷമായി വ്യാഴം എവിടെയായിരുന്നു? ഇടവത്തിലായിരുന്നു. ആ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1 വർഷമാണ് വ്യാഴത്തിൻ്റെ പ്രവേശനകാലം. ശനി 2.5 വർഷം, രാഹുകേതുക്കൾ 1.5 വർഷം, വ്യാഴം 1 വർഷം. അതാണ് 12 രാശികളിലും വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ആ 12 വർഷത്തെ 12 ഇയേഴ്സിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. ഒരു വ്യാഴവട്ടക്കാലമായി എന്നൊക്കെ കവികളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട്, പ്രാസംഗികരും പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത് കാണാം. അതിനാൽ വ്യാഴമിതാ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുന്ന ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വ്യാഴം 1 വർഷം എത്ര കാലം വരെയാണ് മിഥുന രാശിയിൽ നിൽക്കുക എന്ന കാര്യവും കൂടി നമുക്കറിയണം. വ്യാഴം 1201 ഇടവ മാസം 18-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 2-ാം തീയതി പുലർച്ചെ 2 മണി വരെ മിഥുന രാശിയിൽ നിൽക്കുന്നു. 1 വർഷക്കാലം സമയം ലഭിക്കുന്നതാണ്. അതിനിടയിൽ വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട്. എപ്പോഴാണ് ആ മൗഢ്യം? 1200 ഇടവ മാസം 29-ാം തീയതി മുതൽ മിഥുനമാസം 23-ാം തീയതി വരെയുള്ള സമയം, അതായത് 2025 ജൂൺ 13 മുതൽ ജൂലൈ 7 വരെയുള്ള സമയം വ്യാഴത്തിന് മൗഢ്യമുണ്ട്. സൂര്യനോടുകൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് മൗഢ്യമുണ്ടാവുക. സൂര്യനാണ് ഏത് ഗ്രഹങ്ങൾക്കും മൗഢ്യം കൊടുക്കുക. മൗഢ്യമുള്ള വ്യാഴൻ്റെ സമയത്ത് സാമ്പത്തിക വിഷയം, സന്താനങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, അവരുടെ രോഗാദി അരിഷ്ടതകൾ, രോഗിയായ വ്യക്തികൾക്ക് ബുദ്ധിഭ്രമം മുതലായ
ക്ലേശങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു മാസക്കാലത്തോളം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഏതായാലും മിഥുനത്തിലേക്ക് ഇതാ വ്യാഴം പ്രവേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ വ്യാഴം എപ്രകാരം മേടൻ രാശി മുതൽ ഈ 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത്. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നാം ചർച്ച ചെയ്യുന്നു ഇവിടെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ വ്യാഴം 2 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. മേടൻ രാശിക്കാർക്ക് വ്യാഴം അവരുടെ ഭാഗ്യാധിപനാകുന്നു. 9ാം ഭാവമാകുന്നു ധനുരാശി. അവരുടെ വൈകല്യഭാവം പതനഭാവമായ മീനത്തിൻ്റെയും ആധിപത്യമുണ്ട് വ്യാഴത്തിന്. വ്യാഴം നിൽക്കുന്നത് 9, 12 ഭാവങ്ങളുടെ ആധിപത്യത്തോടുകൂടി വ്യാഴം നിൽക്കുന്നത് എവിടെയാണ്? 3ാം ഭാവത്തിലാണ്, മിഥുനം രാശിയിലാണ്. എപ്രകാരമാണ് ഈ വ്യാഴം മിഥുന രാശിയിൽ പ്രവർത്തിക്കുക, ഈ പ്രേക്ഷകർക്ക് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. 3ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാവമാണ്. അത് ഉപജയഭാവമാണ്. ശുഭഗ്രഹങ്ങൾക്ക് ബുധൻ ഒഴിച്ച് മറ്റെല്ലാ ശുഭഗ്രഹങ്ങൾക്കും അത് വ്യാഴമായാലും ശുക്രനായാലും അത്ര അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതായി കാണുന്നില്ല. 3ൽ ബുധൻ വന്നാൽ പ്രബലഹ എന്നാണ്. ഒരു വ്യക്തി പ്രബലനാവും. വലിയ വ്യാപാരികളുടെ സൗഹൃദത്തിലൂടെ അദ്ദേഹം സമൂഹത്തിൽ, സമാജത്തിൽ നല്ല പൊസിഷനിലെത്തും, പദവികളിൽ എത്തിപ്പെടും. 3ൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ. പക്ഷെ വ്യാഴത്തിനും ശുക്രനും ആ ഒരു ഫലം പറഞ്ഞിട്ടില്ല. 3ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ഇവിടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം ഒരു ഫലം മാത്രമാണ്, കൃപണഹ എന്നാണ്. കൃപണനായിത്തീരും. ചമത്കാര ചിന്താമണി ഇത് വളരെയധികം വിശദീകരിച്ച് പറഞ്ഞു. ഭവേത് യസ്യ ദുസ്സൽക്കോ ദേവമന്ത്രി ലഘൂനാൻ ലഘീയാൻ സുഖസോദരാണാം കൃതജ്ഞോ ഭവേത് മിത്രസാർത്ഥേത മൈത്രി ലലാടോദേയപ്യർത്ഥലാഭോന തദ്വൽ. 3ൽ വ്യാഴം വരുന്ന വ്യക്തിക്ക് നെറ്റിത്തടത്തിന് നേരെ പോലും ഭാഗ്യം വന്നാൽ അനുഭവിക്കാൻ കഴിയുകയില്ല എന്നാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ലലാടം നെറ്റിത്തടത്തിന് നേരെ വന്നാലും ഭാഗ്യോദയം, ഭാഗ്യം അനുഭവിക്കുവാനുള്ള ഒരു സിദ്ധി ലഭിക്കുകയില്ല 3ൽ വ്യാഴം വന്നാലെന്ന് അദ്ദേഹം പറയുന്നു. ദേവമന്ത്രി 3ാം ഭാവത്തിൽ വരുമ്പോൾ ലഘൂനാം ലഘീയാൻ, തൻ്റെ പദവി, പൊസിഷൻ, പേഴ്സണാലിറ്റി ലഘുക്കളിൽ നിന്നും ലഘുക്കളിലേക്ക് മാറും. വളരെ മൈന്യൂട്ടായ നിസ്സാരമായ അവസ്ഥയിൽ നിന്നും അങ്ങേയറ്റം നിസ്സാരമായ അവസ്ഥയിലേക്ക് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തൻ്റെ വ്യക്തിപരമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങളിൽ താൻ ഇടപെടുമ്പോൾ, വ്യാപൃതനായി തീരുമ്പോൾ അവിടെ തനിക്ക് അർഹമായ ആനുകൂല്യങ്ങളോ പേരോ പ്രശസ്തിയോ ലഭിക്കുന്നതല്ല. പ്രാധാന്യം തനിക്ക് ലഭിക്കുകയില്ല എന്ന് ചുരുക്കം. അതിനാൽ ചാരവശാൽ 3ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഈ വേളയിൽ മേടൻ രാശിക്കാർ ഒരിക്കലും എന്ത് ചെയ്യരുത്? വലിഞ്ഞു കയറി പദവി ആഗ്രഹിക്കാൻ പാടില്ല. വളരെ നിയന്ത്രിച്ചു കൊള്ളണം തൻ്റെ വികാരങ്ങളെ, അല്ലെങ്കിൽ തൻ്റെ അന്തസ്സ് നഷ്ടപ്പെടുമെന്നാണ് ചുരുക്കം. അതിനാൽ തൻ്റെ അന്തസ്സത്ത, തൻ്റെ സത്വം അതിനെ ബലികഴിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലും പ്രിയപ്പെട്ട മേടൻ രാശി പ്രേക്ഷകർ മുന്നോട്ട് തുനിയരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു വർഷമാണ് വ്യാഴക്കാലം. ഈ ഒരു വർഷം ക്ഷമയോടുകൂടി കാര്യങ്ങൾ നീക്കണം. സുഖസോദരാണാം, തനിക്ക് സഹോദരങ്ങൾക്ക് വളരെയധികം സുഖം കൊടുക്കാൻ കഴിയുന്നു. തൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുവാനും അവർക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുവാനും 3ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെയധികം ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതാണ്. കൃതജ്ഞ, കൃതം ഹന്തി ഇതി കൃതജ്ഞ, തനിക്കൊരാൾ ഉപകാരം ചെയ്താൽ 3ൽ വ്യാഴം വരുന്ന വ്യക്തി അദ്ദേഹത്തിന് ഉപകാരസ്മരണ ഉണ്ടാകുകയില്ല എന്നാണ് ചമത്കാര ചിന്താമണി പറയുന്നത്. കൃതം ഹന്തി, ഒരാൾ ചെയ്ത ഉപകാരത്തെ സൗകര്യപൂർവ്വം മറക്കുക, അല്ലെങ്കിൽ തനിക്ക് ചെയ്ത സഹായം അത് ആ വ്യക്തിക്ക് എന്തായിത്തീരും? തലവേദന ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്നു. അദ്ദേഹത്തിന് ഒരു ലോൺ എടുക്കണം. അപ്പോൾ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയുകയാണ്, ഇതാ തൽക്കാലം എന്നെ സഹായിക്കണം. അദ്ദേഹം ജാമ്യം നിൽക്കുന്നു. ഇവിടെ 3ൽ വ്യാഴമുള്ള വ്യക്തിക്ക് തൽക്കാലം ആ വ്യക്തിയുടെ സഹായം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ വിഷയം ഓർമ്മ ഉണ്ടാവുകയില്ല. അദ്ദേഹം സൗകര്യപൂർവ്വം വിഷയം മറന്നുപോകും. ഒരുപക്ഷെ
അദ്ദേഹം ലോൺ എടുക്കാതെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്ന സമയത്തായിരിക്കും സുഹൃത്ത് വിളിക്കുമ്പോൾ പലപ്പോഴും ഓർമ്മിക്കുക. അത് നിസ്സാരമായി കണക്കാക്കും. ഞാൻ അടച്ചുകൊള്ളാം. ഇപ്രകാരം തനിക്ക് ജാമ്യം നിൽക്കുന്ന വ്യക്തിക്ക് പോലും അയാൾ ചെയ്ത ഉപകാരത്തെ സ്മരിക്കുകയല്ല, അതിനെ നിന്ദിക്കുന്ന അപമാനിക്കുന്നൊരവസ്ഥയിലേക്ക് അവസ്ഥ സംജാതമാകും മേടൻ രാശിക്കാർക്ക് ഈ 3-ൽ നിൽക്കുന്ന വ്യാഴം. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക എല്ലാ വിഷയങ്ങളിലും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മിത്രസാർത്ഥേത മൈത്രി, തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ആ മൈത്രി സൗഹൃദം അത് നിലനിൽക്കാൻ കഴിയുകയില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സുഹൃത്തുക്കൾ തന്നെ സഹായിച്ചാലും ഈ 3-ൽ വ്യാഴമുള്ള വ്യക്തിക്ക് ഹി ഡസൻ നോ ഹൗ ടു മെയിൻറ്റെയിൻ ദാറ്റ് റിലേഷൻ ആൻഡ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്. എന്താണ് സുഹൃത്ത് എന്ന വാക്കിനർത്ഥം? സമാനം ഹൃദയം യസ്യ തത്. തനിക്ക് സമാനമായ മനസ്സോടുകൂടിയുള്ള വ്യക്തിയാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. ആ സുഹൃത്തിൻ്റെ ഭാവമാകുന്നു സൗഹൃദം. അതിനാൽ തൻ്റെ സൗഹൃദം വെച്ച് പുലർത്താൻ കഴിയില്ല 3-ൽ വ്യാഴമുള്ള വ്യക്തിക്ക്. ലലാടോദയെ പ്യർത്ഥലാഭൂന്ന തദ്വൽ. പലപ്പോഴും തൻ്റെ ഭാഗ്യം വരുമ്പോൾ അത് നെറ്റിത്തടരത്തിന് നേരെ വന്നാലും അനുഭവിക്കാൻ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹം ഭാഗ്യസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. അതിനാലാണ് സഹോദര ഗുണം കൂടുതൽ ഉണ്ടാകുമെന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം വൈകല്യവാനാണ്. ശാരീരികമായി വൈകല്യങ്ങൾ ഉണ്ടാക്കും. ഇയർ നോസ് ത്രോട്ട് ഷുഡ് ബി വെരി കെയർഫുൾ. ENT-യുമായിട്ട് ബന്ധപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാവുക, അരിഷ്ടതകൾ വരിക, ഇയർ ഡ്രമ്മുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വരിക, ഇതൊക്കെ ഈ 3-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളാണ്, രോഗങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ അന്യരുടെ വിഷയത്തിൽ വളരെയധികം ഇടപെടാതെ തനിക്ക് മറ്റുള്ളവർ നൽകിയ സൗഹൃദത്തെ, ബഹുമാനത്തെ, സഹാനുഭൂതിയെ അതിനെ എന്ത് ചെയ്യണം, അതിനെ നല്ല സെൻസിലെടുത്തുകൊണ്ട് അവരോട് ഉപകാര സ്മരണ പുലർത്തണം 3-ൽ വ്യാഴമുള്ള വ്യക്തി. അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ നന്ദി കെട്ടവനെന്ന് പറയും. ആ ഒരവസ്ഥ ഉണ്ടാക്കരുത്. എന്നും ധാരാളം പേരുടെ സഹായങ്ങളും നമുക്ക് ലഭിക്കേണ്ടതാണ്. ഈ സൊസൈറ്റി അങ്ങനെയാണ്. പരസ്പരം സഹകരിച്ചും കൊണ്ടും കൊടുത്തുമാണ് ഈ സമൂഹം നിലനിൽക്കുന്നത്. ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻ എന്ന് നാം പറയും. വാങ്ങുക, കൊടുക്കുക, ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന പ്രസിദ്ധമായ വാക്യമാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ വ്യാഴത്തിൻ്റെ ദോഷത്തെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം? നന്നായി ആദിത്യ ഹൃദയ മന്ത്രം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അത് ഉത്തമമായ ഒരു മന്ത്രമായി മാറുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശി പ്രേക്ഷകർക്കും. അപ്രകാരം തന്നെ തുളസിമാല പാൽപ്പായസം വഴിപാടായി ചെയ്യുക. സഹസ്രനാമ അർച്ചന അല്ലെങ്കിൽ സഹസ്രനാമ പൂജ ചെയ്ത് ശത്രുജന്യങ്ങളായ ബുദ്ധിമുട്ടുകളെ ഒക്കെ തന്നെ മേടൻ രാശിയിൽ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ വ്യാഴപ്രീതിയിലൂടെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ അനുകൂലമായ ഒരു വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.